ഹായ് ഹലോ സ്റ്റാർ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ A4 സൈസിലുള്ള ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നടുക്ക് സെൻറ്ററിൽ നിന്നോണം ഒന്ന് മടക്കിയെടുക്കുക. ഇനി അത് വീണ്ടും അതേപോലെ തന്നെ വീണ്ടും ഒന്ന് മടക്കി തീരെ കുഞ്ഞതായിട്ടാണ് മടക്കിയെടുക്കുക കേട്ടോ. ഒരേ സൈഡിലേക്ക് തന്നെയാണ് മടക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരേ സൈഡിലേക്ക് തന്നെ മടക്കി തീരെ കുഞ്ഞാകുന്നവരെ മടക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കത്തില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിശറിക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മടക്കിയെടുക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത്. ഇനി ആ പേപ്പർ നമ്മൾ വിടർത്തുകയാണേ, കണ്ടോ. ഇനി പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ പണ്ട് നമ്മൾ വിശറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലാണ് മടക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിൽ വെച്ച് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ സെൻറ്ററിൽ വെച്ച് മടക്കി കൊടുത്തിട്ട് അപ്പോൾ അത് ഏകദേശം ഒരു വിശറിയുടെ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി അവിടെ നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയാണ്, നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, അവിടെ പശ വെച്ചു. ഇനി അത് രണ്ട് സൈഡും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ, ഒട്ടിച്ചതിന് ശേഷമുള്ളതാണ്. പണ്ട് വിശറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, ആ ഒരു മോഡല്. ഇനി ഇതിലേക്ക് വെക്കാൻ ചെറുതായിട്ടൊരു ഡെക്കറേഷന് വേണ്ടി കുഞ്ഞു പൂവ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് അത് കോണായിട്ടൊന്ന് മടക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇനി അതിൻ്റെ ആ സൈഡ് മറ്റേ സൈഡിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇനി നമുക്ക് ഏത് സൈസിലാണോ പൂ വേണ്ടത് ആ സൈസിൻ്റെ പൂവിൻ്റെ ഷേപ്പിൽ ഞാൻ ഇവിടെ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ നമുക്കിവിടെ വലുപ്പത്തിനനുസരിച്ച് ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുഞ്ഞു പൂ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുഞ്ഞു സൈസിൽ എന്നോണാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നിവർത്തി കാണിക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി പൂവിൻ്റെ ഇതളുകളാക്കി എടുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് സ്കെയിൽ വെച്ച് ആ ഇതളുകളൊക്കെ ഒന്നിങ്ങനെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതള് പോലെ നൈസായിട്ടൊന്നും കിട്ടും. കണ്ടോ, ഇനി അതിന് ശേഷം ആ ഒരു പോർഷൻ ഒരു ഇതളെന്നോണം മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുറിച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ പൂവൊക്കെ സാധാരണ ഇങ്ങനെ കുഴിഞ്ഞെന്നോണം നിൽക്കുമല്ലോ, ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരിതളെന്നോണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി മറ്റൊരിതളിൻ്റെ പകുതി എന്നോണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും മതി. ഇനി അത് തമ്മിൽ ഒന്ന് കൂട്ടി പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് ചുമ്മാ ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വലിയ അത്യാവശ്യമുള്ളതല്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇനി നമ്മൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ മറ്റൊരു കട്ട് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് 3 ഷീറ്റ് എന്നോണം നൂലിന് പകരം നൂല് പോലുള്ള ചെറിയ ഷീറ്റ് പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഷീറ്റിലേക്ക് ഒട്ടിക്കുക കേട്ടോ. കണ്ടോ, ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പോലെ തന്നെ 3 എണ്ണം നമ്മൾ തീരെ കുഞ്ഞതായിട്ടുള്ള ഒരു 3 എണ്ണോടെ നമ്മൾ വിശറിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ താഴെ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണേ. മൂന്നെണ്ണത്തിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ 3 എണ്ണത്തിലും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂവും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ട, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാൻ സ്കെച്ച് പെന്ന് വെച്ച് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിന്നോണം സ്കെച്ച് പെന്ന് വെച്ചൊന്ന് കളർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് 3 എല്ലാ പൂക്കളും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, നമുക്കിവിടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.